പ്രിയമുള്ളവരെ, ഈ പരുന്തിനെ എവിടെ കണ്ടാലും അതിനെ ആക്രമിക്കുന്നൊരു പക്ഷി കാക്കയാണ്. പക്ഷെ കാക്കയും പരുന്തിനെയും കുറിച്ച് പഠിച്ചാൽ കാക്കയുടെ ഉപദ്രവം നേരിടാനുള്ള കരുത്ത് പരുന്തിനുണ്ട്. പക്ഷെ ഒരിക്കലും പരുന്ത് തൻ്റെതായ നിലയിൽ കാക്കയെ തൻ്റെ ഉപദ്രവ സമയത്ത് നേരിടാറില്ല. മറിച്ച് പരുന്ത് ചെയ്യുന്ന ഒരു പരിപാടി അതിൻ്റെ ചിറകുകൾ വിടർത്തി പതുക്കെ 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 ആകാശ വിധാനങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറക്കും. അപ്പോൾ കാക്കയ്ക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, പരുന്ത് അവനൊരു കഴിവില്ല, കണ്ടില്ലേ പറന്ന് അകന്നകന്നകന്ന് പോകുന്നത്. അപ്പൊ ആ ഒരു ചിന്തയുള്ള കാക്ക വീണ്ടും പരുന്തിന്റെ പുറകെ ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കും. പക്ഷെ ഉയരത്തിലെത്തിയ പരുന്തിന്റെ അടുത്ത് കാക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടാതെ വരും. ആ സമയത്ത് പരുന്ത് തിരിച്ചൊന്നും ചെയ്യാതെ തന്നെ തൻ്റെ ആ ഒരു നിയന്ത്രണ വലയത്തിൽ എത്തുന്ന കാക്കയ്ക്ക് പരുന്തിന് നിലനിൽക്കാൻ കഴിയുന്നത് പോലെ നിലനിൽക്കാൻ കഴിയാത്തതുകൊണ്ട് കാക്കയുടെ ചിറകുകൾ കുഴഞ്ഞ് പതുക്കെ ക്ഷീണിച്ച് താഴേക്ക് പതിക്കും. അവിടെ കാക്കയുടെ പതനമാണ് അല്ലെങ്കിൽ പരാജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതെത്ര അർത്ഥവത്തായിട്ടുള്ളൊരു കഥയാണെന്നറിയാം. ബൈബിളിൽ ഇങ്ങനെയൊരു വചനം പറയുന്നുണ്ട്, നിന്നെ വെറുതെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ചു പോകും, നാണിച്ചു പോകും. നമുക്കെതിരെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് വരുന്ന ഉപദ്രവങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും ഉപയോഗിച്ച് അതിന് പ്രതിരോധം തീർക്കാതെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥ പ്രകാരം സൈലന്റ് ആയിട്ട് നമ്മൾ ഉയരങ്ങളിലേക്കൊന്ന് നീങ്ങിയാൽ മതി. ഒരിക്കലും ഒരു ഉപദ്രവവും ഒരു പ്രതിസന്ധിയും ഒരു വേദനയും മറ്റുള്ളവർ നമുക്ക് എതിരെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മൾ താഴ്ന്നു പോകാൻ പാടില്ല. നമ്മുടെ പോക്ക് ഉയർച്ചയിലേക്കായി ഉയരത്തിലെത്തുന്ന നിന്റെ ആ പ്രതലത്തിൽ നിന്റെ ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. അവൻ കുഴഞ്ഞ് തന്നെ താഴെ വീഴും. നമ്മൾ പ്രതിരോധിക്കുമ്പോഴല്ലേ, നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴല്ലേ അതൊരു വലിയ വിഷയമായി മാറുന്നത്. അത് മേ ബി കേസാകാം, കോടതിയിൽ ചെല്ലാം, പ്രശ്നങ്ങളാകാം, അല്ലേ? രണ്ട് വശവും വിമർശിക്കുന്ന ആളുകളുണ്ടാകാം, രണ്ട് സൈഡും കൂട്ടുനിൽക്കുന്ന ആളുകളുണ്ടാകാം, ന്യായവും അന്യായവും പറയുന്നവരുണ്ടാകാം. ഇതൊക്കെ നമ്മൾ പ്രതിരോധിക്കുമ്പോഴാണ് വരുന്നത്. മറിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അതിനെ സൈലന്റ് ആയിട്ട് നേരിട്ടാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കാതെ തന്നെ നിന്റെ ശത്രു നമ്മുടെ മുമ്പിൽ പരാജയപ്പെടും. വേറൊരു കാര്യം കൂടി ഇതെന്ന് മനസ്സിലാക്കുന്നത്, നിന്റെ ശത്രുവിന്റെ പതനം നീ താഴെ നിന്ന് ഉയരത്തിലേക്ക് നോക്കിയിട്ടല്ല കാണുന്നത്. നിന്റെ ഉയർച്ചയുടെ ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് നിന്റെ ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെട്ട്, അതും നീ തിരിച്ചൊന്നും ചെയ്യാതെ ഒരു പ്രതികരണവും നടത്താതെ ശത്രു പതിച്ച് താഴേക്ക് പതിക്കുന്ന അവന്റെ പതനം പരാജയം നീ ഉയരത്തിൽ നിന്നാണ് കാണുന്നത്. അപ്പോഴും ഓവറായിട്ട് സന്തോഷിക്കരുത്. കാരണം നമ്മുടെ കഴിവല്ല, നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, അത് കൃത്യമായി നമ്മൾ ദൈവത്തെ അംഗീകരിച്ച് ഭയപ്പെട്ട് അംഗീകരിച്ച് കീപ്പ് ചെയ്തതുകൊണ്ട് ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പരാജയമാണ് അവിടെ സംഭവിച്ചത്. ആ പരാജയത്തിന് മുഴുവൻ മാനവും ബഹുമാനവും നന്ദിയും കടപ്പാടും ദൈവത്തിനാ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെന്തിനെ പേടിക്കണേ? നമ്മളെന്തിനെ ഭയപ്പെടണേ? നമ്മളെന്തിനെ പേടിച്ചോടുന്നത്? നമ്മളെന്തിനെ പിന്നോക്കം തിരിയണത്? നമ്മളെന്തിനെ താഴേക്ക് നോക്കുന്നത്? നിന്റെ ഉയർച്ച മുകളിലുണ്ട്, നിന്റെ മുമ്പിൽ വിശാലമായ വഴികളുണ്ട്, നിനക്കൊരു വിജയമുണ്ട്. നീ പ്രതികരിക്കാതെ, നീ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിക്കേണ്ടുന്നവൻ പ്രതികരിക്കാനുള്ള അവസരം കൊടുത്താൽ നീ പോലും അറിയാത്ത നിലയിലുള്ള ഒരു വിജയം നിന്റെ മുമ്പിൽ നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ പരാജയം നൽകി കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചായി മാറട്ടെ, ഒരു ചേഞ്ചായി മാറട്ടെ, ഒരു അഭിവൃദ്ധിയായി മാറട്ടെ, ഒരു നന്മയായി മാറട്ടെ. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വെറുതെ ഉപദ്രവിക്കുന്നവർ ലജ്ജിച്ച് അല്ലെങ്കിൽ നാണിച്ച് പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിന്റെ മേഖലയിൽ ദൈവം നിനക്ക് അവസരങ്ങൾ തരും. കാത്തിരിക്കാം, ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ